പറഞ്ഞു തരാം എന്ന് പറഞ്ഞ്, അതായത് ഭഗവാൻ പറഞ്ഞത് അതുപോലെ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എത്ര മനസ്സിലാക്കിയിട്ടുണ്ടോ അതുപോലെ അമ്മയ്ക്ക് പറഞ്ഞുതരാം. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ യഥാജലി തന്റെ ഇപ്പോൾ വെള്ളത്തിൽ, തെളിഞ്ഞ വെള്ളത്തിൽ സൂര്യൻ നല്ല പ്രതിബിംബമായിരിക്കും, അനങ്ങാതെ സൂര്യനെപ്പോലെ ആ വെള്ളത്തിൽ കല്ലെടുത്തിട്ടിട്ട് ആ സൂര്യബിംബം നോക്കിയാലോ, സൂര്യബിംബം വട്ടത്തിലല്ല നിൽക്കണേ, അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അതുപോലെ പിന്നെ ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ പറയും. അപ്പം ഇവർ പിന്നെ ഓരോ സംഭവിക്കും. ഈ ലോകത്തുള്ള മൂഢന്മാർക്കൊന്നും മനസ്സിലാവില്ല, ഇത് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണല്ലോ. അപ്പം ഇനി എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ സാധിക്കുന്നത് ചോദിക്കുമ്പോൾ ഭഗവാന് പിന്നെയും ബ്രഹ്മാവിൻ്റെ കഥ പറയും. അപ്പോൾ ബ്രഹ്മാവിന് വീണ്ടും ബ്രഹ്മാവ് തപസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ ഈ സൃഷ്ടി എങ്ങനെയാണ് വലുതാക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് തപസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വളരെ കാലം തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറയുന്ന കൂട്ടത്തിൽ ഈ കഥ പറയുന്നത് സനൽകുമാരന്മാരെ അടുത്ത സംഘർഷമൊക്കെയാണ് പറയുന്നത്. അങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ട് തരത്തിൽ. ഒന്ന് വ്യാസന ശിവനും പരീക്ഷത്തും, ഇത് സംഘർഷമൂർത്തി പറഞ്ഞു കൊടുക്കുക. അപ്പം സംഘർഷമൂർത്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു ഈ ഇങ്ങനെ തപസ് ചെയ്യുമ്പോൾ ഈ വിരാക്ഷതയാണ്. ഇതിനെ മനസ്സിലാക്കിയ ഈ ആളുകൾ ബ്രഹ്മാവ് തപസ് ചെയ്യുമ്പോൾ പിന്നെ സംഘർഷമൂർത്തി സനൽകുമാര സഭ സാങ്ക്യായനങ്ങൾ, സനൽകുമാരനായിക്കൊണ്ട് സാങ്ക്യായനം പറഞ്ഞ സംഘർഷമൂർത്തിയാണ് പറയുന്നത്. ആ സംഘർഷമൂർത്തി പറഞ്ഞു കൊടുത്ത കഥ ഞാൻ പറയാം. അത് പിന്നീട് ആര് പറഞ്ഞു കൊടുത്തു? പരാശരന് പറഞ്ഞു കൊടുത്തു. ആരെ? ബൃഹസ്പതിക്കും പരാശരനും വേണ്ടിയിട്ട് ആ ഭഗവാൻ അത് പിന്നീട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ പരാശരന് ഈ പുരാണം എഴുതാൻ എന്താ കഥ എന്ന് വെച്ചാൽ, ഈ ബ്രഹ്മാവിനൊരു മകൻ, വസിഷ്ഠനൊരു മകനുണ്ടായിരുന്നു, ശക്തി പറഞ്ഞു. ആ ശക്തി എന്ന മകനെ ഒരു രാക്ഷസൻ കൊന്നപ്പോൾ ഈ പരാശരൻ ദേഷ്യം, പരാശരൻ്റെ അച്ഛനല്ല ശക്തി. അപ്പോൾ ശക്തിക്ക് പരാശരന് ദേഷ്യം വന്നിട്ട് എനിക്ക് വലിയൊരു യാഗം ചെയ്തു രാക്ഷസന്മാരെല്ലാം കൊല്ലുക. ഓരോ രാക്ഷസന്മാരെ ഇങ്ങനെ ആവാഹിച്ച് പണ്ട് ജനമേജന പാമ്പിനെ ആവാഹിച്ചിട്ടില്ല, അതുപോലെ രാക്ഷസന്മാരെല്ലാം ഇങ്ങനെ. അപ്പോഴത്തേക്ക് പിന്നെ ബ്രഹ്മാവ് കൊണ്ടുവന്നു ഈ രാക്ഷസന്മാരെല്ലാം കൊണ്ടുവന്ന് ബ്രഹ്മാവെല്ലാം എല്ലാവരും സൃഷ്ടിക്കുക. തൻ്റെ ഒരു മകൻ തന്നെയല്ലേ രാക്ഷസന്റെ വംശത്തിൻ്റെ പൗർബലസ്യൻ. അപ്പോൾ ഈ രാക്ഷസ നയിക്കുന്ന ബ്രഹ്മാവ് വന്നോണ്ട് ഇങ്ങനെ ഒരു നിരപരാധിയായ രാക്ഷന്മാരെ കൊള്ളു, ഒരു രാക്ഷസനല്ല എൻ്റെ അച്ഛനെ കൊന്നുള്ളൂ. ഈ മരിക്കലൊക്കെ ഓരോരുത്തരുടെ കർമ്മഫലമാണ്, അതുകൊണ്ട് ഈ യാഗം നിർത്തുമെന്ന് പറയും. പറഞ്ഞതൊന്ന് നിർത്തി. അതുകൊണ്ട് നീ ഞാൻ പറഞ്ഞ് കേട്ടില്ല, മുത്തശ്ശനല്ല, ഞാൻ പറഞ്ഞ് കേട്ടുകൊണ്ട് നീ ഇനി ഭാവി ഒരു പുരാണാചാര്യനായി തീരും. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ പരാശരൻ പുരാണാചാര്യനായി തീർന്നത്. ആ പുലസ്ത്യ പിന്നെ പരാശരനായിക്കൊണ്ട് ഈ കഥ സംഘർഷണമൂർത്തി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ നാരായണത്തിലെ സംഘത്തിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. പിന്നെ 4 യുഗങ്ങളുണ്ട്, 4 യുഗം ചേർന്നാണ് ഒരു ചതുർഗം മുഴുവൻ പിന്നെ ആ വെള്ളത്തിലിങ്ങനെ മുങ്ങിക്കിടന്നു. അത് കഴിഞ്ഞ് സൃഷ്ടി ഉണ്ടായി. അപ്പോൾ കാലത്തിനെ വിളിച്ച് പറഞ്ഞു, കാലം നീ എന്നെ വിളിച്ച് സമയമായ ഉണർത്തണം. അങ്ങനെ ഉണർന്നു അല്ലേ. ഉണർന്നു കഴിഞ്ഞപ്പോൾ എന്തായി, ഭഗവാന്റെ കണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് നോക്കി സമയത്ത് എന്തായി, ഒരു അങ്ങനെ പൂക്കളിൽ നിന്ന് താമര വന്നു. ആ താമര മൊട്ടായിട്ട് വന്നു. ആ മൊട്ട അങ്ങനെ രോഗപത്മമായിട്ട് അങ്ങനെ വിടന്നു. നോക്കുമ്പോൾ താൻ ഒന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടേ നിശ്ചയ, ഞാനിപ്പോൾ ഈ താമരയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ, ആരാ എന്നെ കൂടെ കൊണ്ടിരിക്കുക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് ബ്രഹ്മാവ് എന്ത് ചെയ്തു, നാളെ ദൂരായ ശേഷം ഓരോ പിന്നെ താമരയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയി നോക്കി. അപ്പോൾ എന്താണ്, ഒന്നും കാണാനില്ല. ആ താമരയുടെ മൂടേ കാണാനില്ല. അടുത്തതാണ് നാളത്തെ കൂടെ പോയി സകല ഒരു ശ്ലോകം കാണാനാണ് ഓർമ്മയില്ല. എല്ലാ നാളത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് കാണാൻ. അപ്പം വിചാരിച്ചു ഈ ഭഗവാന് ഈ ഓടിപ്പോയി കിട്ടുന്ന സാധനമല്ല ഭഗവാൻ. ഒരു ഭാഗത്തിരുന്ന് ധ്യാനിക്കാനോ സമാധി ഇരിക്കാനോ വീണ്ടും താമര തന്നെ വന്ന് ഗംഭീരമായ സമാധി ഇങ്ങനെ ഇരുന്നു. സമാധി ഇങ്ങനെ ഇരുന്ന സമയത്ത് വേഗം പിന്നെ ഭഗവാന്റെ വൈകുണ്ഠ ദർശനം കിട്ടി. അങ്ങനെ കടമ്പങ്ങിൻ്റെ ഒക്കെ സംഘർഷം മുമ്പ് പറഞ്ഞു